ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂസ് യൂസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കേ. ഐഗൻ വാല്യൂ ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം ഐഗൻ വാല്യൂ ആണെന്ന്. അപ്പം അതിൻ്റെ മീനിങ് എന്താ? സപ്പോസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസിൻ്റെ ഐഗൻ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 1 2 3 എന്ന് തന്നെയായിരിക്കും എൻ്റെ ഐഗൻ വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് ആ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം ഐഗൻ വാല്യൂ ആണ്. അത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്നതാണ് ഇത് ലാംഡ ഈക്വൽ ടു 1, 2, 3 ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ തന്നെ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലും സെയിം തന്നെയാണ്. ലാംഡ ഈക്വൽ ടു 1, 2, 3 തന്നെയാണ്. അപ്പോൾ എയുടെ ഐഗൻ വാല്യൂ തന്നിട്ട് എ ട്രാൻസ്പോസിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? 1 2 3 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞേക്കുന്നത്. പ്രോബ്ലം നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും പറഞ്ഞിട്ട് ചെയ്യാവേ. അടുത്ത് നോക്കിയേ. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ റൈസ് ടു എൻ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ പവർ എൻ വെയർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. നെഗറ്റീവ് ആകുമ്പോൾ പറ്റത്തില്ല കേട്ടോ. ലാംഡ എന്ന് പറയുന്ന എയുടെ ഐഗൻ വാല്യൂ ആണെങ്കിൽ സെയിം കേസ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ആണ് 1 2 3. അങ്ങനെയാണെങ്കിൽ ലാംഡ റൈസ് ടു എൻ ആണ് ഐഗൻ വാല്യൂ ഓഫ് എ ക്യൂബ്. അതായത് എ പവർ എൻ. ലാംഡ റൈസ് ടു എൻ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ പവർ എൻ. സപ്പോസ് നമുക്ക് എ നമുക്കറിയാം. നമ്മളോട് ചോദിക്കുവാണ് എ ക്യൂബിൻ്റെ ഐഗൻ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ലാംഡ റൈസ് ടു എൻ ആണ് ഐഗൻ വാല്യൂ എന്നല്ലേ. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി പറഞ്ഞ അനുസരിച്ച് ലാംഡ റൈസ് ടു എൻ ഈസ് ദ ഐഗൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലാംഡ ഈസ് ഈക്വൽ ടു 1, ഇവിടെ എ ക്യൂബ് ആയതുകൊണ്ട് 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് that is equal to 1, 8, 27. ഇതാണ് എ ക്യൂബിൻ്റെ ഐഗൻ വാല്യൂ. അപ്പോൾ എ റൈസ് ടു 4ൻ്റെ ഐഗൻ വാല്യൂ ചോദിച്ചാലോ 1 റൈസ് ടു 4, 2 റൈസ് ടു 4, 3 റൈസ് ടു 4. എ സ്ക്വയറിൻ്റെ ഐഗൻ വാല്യൂ ആണ് ചോദിക്കണമെങ്കിൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ എ റൈസ് ടു 100ൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന ആളുടെ ഐഗൻ വാല്യൂ തന്നിട്ട് എ പവർ 100ൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 റൈസ് ടു 100, 2 റൈസ് ടു 100, 3 റൈസ് ടു 100. എന്താണോ എയുടെ ഐഗൻ വാല്യൂ. ഇപ്പോൾ എല്ലായ്പ്പോഴും 1 2 3 എന്ന് വിചാരിക്കരുത്. സപ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ 1 -1 4 ആണെങ്കിൽ എ ക്യൂബിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 ക്യൂബ് -1 ക്യൂബ് 4 ക്യൂബ് അങ്ങനെ എടുക്കേണ്ട. ഓക്കെ. അപ്പം നമുക്ക് എന്തുവാണ് ഏത് മെട്രിക്സിനാണോ അതിൻ്റെ എയുടെ ഐഗൻ വാല്യൂ അറിയാമെങ്കിൽ അതിൻ്റെ പവർ ഉള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഐഗൻ വാല്യൂവിന് സെയിം പവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയേ. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കേ. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ കെ ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് കെ എ. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ. ഈ എക്സാമ്പിൾ തന്നെ പറയാം. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ആണ് ലാംഡ ഈക്വൽ ടു 1 2 3. അങ്ങനെയാണെങ്കിൽ 5a അതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കെ എയുടെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കെ ലാംഡ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 5a ആ മെട്രിക്സിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ലാംഡ എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടിയില്ലേ മെട്രിക്സിൻ്റെ ഓരോരുത്തരുടെ കൂടെയും 5 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 1, 5 × 2, 5 × 3 ദറ്റ് ഈസ് ഈക്വൽ ടു 5, 10, 15. അതാണ് ഐഗൻ വാല്യൂ. ഇപ്പോൾ ഞാൻ 5 എന്ന് എടുത്തു. സപ്പോസ് 3 എന്നാണ് ചോദിക്കുന്നത്. 3യുടെ ഐഗൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? 3 × 1, 3 × 2, 3 × 3. അപ്പോൾ ഇങ്ങനെ വരും 3, 6, 9. ഇതേപോലെ 10 ചോദിക്കുകയാണെങ്കിൽ 10 × 1, 10 × 2, 10 × 3. അപ്പം ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ അറിയാമെങ്കിൽ ആ മെട്രിക്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ വീണ്ടും ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂവിൻ്റെ കൂടെ ആ കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി നോക്കിക്കേ. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ മൈനസ് കെ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ മൈനസ് കെ ഐ. ഓക്കെ. ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ഓഫ് എ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു 2, 3, 4 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡ മൈനസ് കെ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ മൈനസ് കെ ഐ. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലൂടെ എ മൈനസ് 2i
കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ ഡയഗണലി -2 കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെട്രിക്സ്. ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ A-2y എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂവിൽ λ - k എന്നാണ് ഫോമുല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ k എന്താണ്, കെയുടെ സ്ഥാനത്ത് A - kക്ക് വരെ ഇവിടെ 2 ആവുള്ളത്. സോ നമുക്കിവിടെ വരേണ്ടത് λ - 2. അത് നമ്മുടെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് λ = 2 - 2 3 - 2 4 - 2. അതായത് ഒരു മെട്രിക്സിൻ്റെ കൂടെ ഡയഗണലി മെട്രിക്സിൻ്റെ കൂടെ -2y എന്നോ -ki എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഐഗൻ വാല്യൂവിലും ആ കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ വരിക, 2 - 2 0 ആണ്, 3 - 2 1 ആണ്, 4 - 2 2 ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവേ, ഞാനിപ്പം ജനറലായിട്ട് അങ്ങ് പറയുവാണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി കൂടെ നോക്കിക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, if lambda is an eigenvalue of a non-singular matrix A, then 1/λ is an eigenvalue of A inverse. ലാംഡ എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ എ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ, എയുടെ ഐഗൻ വാല്യൂ 2 3 4 ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ലാംഡ എന്തുവാ 1/λ എന്ന് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ λ = 2 3 4 ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്, 1/2, 1/3, 1/4 ഇങ്ങനെയാണ് എ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരുന്നാലേ പറ്റത്തുള്ളൂ. ഇതിൽ ഏത് പ്രോപ്പർട്ടി വേണേലും അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പ്രോബ്ലം നമുക്ക് ചോദിക്കാവേ. അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കേ. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസ്. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് സച്ച് ദാറ്റ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0, അതുകൊണ്ടാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മെട്രിക്സുകൾക്ക് മാത്രമേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു പേര് ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. എന്തായാലും ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ അറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/λ ആയിരിക്കും. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കേ. ലാംഡ ഐഗൻ വാല്യൂ ഓഫ് എ ആണ്, എയുടെ ഐഗൻ വാല്യൂ ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജയുടെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് A/λ ആണ്. സപ്പോസ് ഈ സെയിം പ്രോബ്ലം λ = 2 3 4 എയുടെ ഐഗൻ വാല്യൂ, അതിൻ്റെ അഡ്ജയുടെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് A/λ ചെയ്താൽ മതി. ഈ പ്രോബ്ലത്തിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 24 ആണെന്ന് വിചാരിച്ചോളൂ. അതെങ്ങനെ ഞാൻ എഴുതി എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വേറൊരു പ്രോപ്പർട്ടി പറയാം. ഡിറ്റർമിനന്റ് A = 24 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അഡ്ജെ എന്ന് പറയുന്ന ആളുടെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് 24/λ, അവിടുത്തെ ലാംഡ എന്തായിരുന്നു, 2 ആയിരുന്നു. അതുപോലെ 24/3 ദെൻ 24/4 ഇതാണ് അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അഡ്ജയുടെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡിറ്റർമിനന്റ് A/λ. ലാംഡ എന്താണ്, ഐഗൻ വാല്യൂ ഓഫ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് എ വാല്യൂ ബൈ അതിൻ്റെ ഐഗൻ വാല്യൂ. ഓക്കെ, ഇതെങ്ങനെ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഈ പ്രോബ്ലത്തിൻ്റെ ഐഗൻ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 24 എന്ന് എടുത്തുള്ളത് അടുത്ത പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കോളേ. ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിസസ് ആൻഡ് ഡയഗണൽ മെട്രിസസ് ആർ ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ്. ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മെട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, 1 2 3 0 3 4 0 0 5 അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതേപോലെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് 1 0 0 2 3 0 4 5 6 ഈ രണ്ടായാലും എന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഈ രണ്ടെണ്ണത്തിനാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് പറയുന്നത്. ട്രയാങ്കുലർ മെട്രിക്സിന് മാത്രമല്ല ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, 0 2 0 0 0 3 ഇങ്ങനത്തെ മെട്രിക്സുകൾക്കെല്ലാം ഈ ട്രയാങ്കുലർ മെട്രിക്സിനോ ഡയഗണൽ മെട്രിക്സിനോ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് ആണെന്ന്. അപ്പോൾ ഈ ആദ്യം എഴുതിയിരിക്കുന്ന അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ λ = നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നും എഴുതാൻ നിൽക്കേണ്ട, 1 3 5 ആണെന്ന് പറഞ്ഞ് എഴുതണം. എന്തുവാണ്, കാരണം നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒരു ട്രയാങ്കുലർ മെട്രിക്സ്, അത് അപ്പറോ ലോവറോ ആയിക്കോട്ടെ, അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെന്റ് ആണ്. അതുപോലെ ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, ഇതിൻ്റെ ഐഗൻ വാല്യൂ എഴുതാൻ പറയുമ്പോൾ ഇതിൻ്റെ ഡയഗണൽ എലമെന്റ് എന്താ, 1 3 6. അപ്പോൾ λ = 1, 3, 6. ഓക്കെ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഐഗൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ λ = 1, 2, 3 അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ്, അത് അപ്പർ ആവട്ടെ ഓർ ലോവർ ആവട്ടെ, ആൻഡ് ഡയഗണൽ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സിന് മാത്രമല്ല ഡയഗണൽ മെട്രിക്സിനും ആർ ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ്, അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് ആണ് എന്ത്, അതിൻ്റെ ഐഗൻ വാല്യൂ. കണ്ടോ, ഡയഗണൽ എലമെന്റ്സ് ആണ് അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. The sum of the eigenvalue of a matrix is equal to sum of its diagonal elements. ഒരു ഐഗൻ വാല്യൂവിൻ്റെ സമ്മും ആ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സം, ഈ ഡയഗണൽ സം ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് എന്നുള്ളതിന് പകരം ചില
ആൾക്കാർ അതിന് ട്രേസ് എന്ന് പറയും. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ട്രേസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാലും സം ഓഫ് ദി ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പം ഒരു ഐഗൺ വാല്യൂസിന്റെ സം എന്ന് പറയുന്നതും അതിന്റെ ഡയഗണൽ എലിമെന്റ്സിന്റെ സം എന്ന് പറയുന്നതും സെയിം ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളിവിടെ ക്ലാസ് ചെയ്ത് തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോബ്ലത്തിനകത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊരു 3x3 മാട്രിക്സ് വരുന്നൊരു കേസ് എടുക്കാം നമുക്ക്. നോക്കിക്കേ, നമ്മളിവിടെ ക്ലാസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഐഗൺ വാല്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. 1 2 3. നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിൾ തന്നെ വന്നല്ലോ, ലാംഡ ഈക്വൽ ടു 1 2 3. ഇപ്പം പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് ദ ഐഗൺ വാല്യൂ ഓഫ് എ മാട്രിക്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലിമെന്റ്സ്. നമുക്ക് ശരിയാണോ നോക്കാം. ലാംഡ ഈക്വൽ ടു 1 2 3. 1 + 2 + 3 എത്രയാ? 6. നോക്കിക്കേ, ഡയഗണൽ എലിമെന്റ്സിന്റെ സം അതിൽ S1 എന്ന് പറയുന്നത് അതും 6 ആണ്. ഡയഗണൽ എലിമെന്റ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 1 + 2 + 3. അപ്പോൾ രണ്ടും ശരിയാണ് അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി കറക്റ്റ് അല്ലേ? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നതിന്റെ സമ്മും അതിന്റെ തന്നേക്കുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സിന്റെ സം എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഞാൻ പ്രോപ്പർട്ടി എല്ലാം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്ര എഴുതുന്ന സമയം കൂടെ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂ ഓഫ് എ മാട്രിക്സ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതിയപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എഴുതിയില്ലായിരുന്നു. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 24 എന്ന് എഴുതി. അതുകൊണ്ടാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഒന്നുകൂടെ പറയാവേ. പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂ, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് ദ ഐഗൺ വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഡയഗണൽ എലിമെന്റ്സ്. പക്ഷെ ഇവിടെ പറയുവാണ് പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നതും സെയിം ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂ ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂന് ഈക്വൽ ആയിരിക്കുന്നത്. സെയിം ആണ്, കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിൽ തന്നെ നോക്കി, ലാംഡ ഈക്വൽ ടു 1, 2, 3. അതിന്റെ പ്രോഡക്റ്റ് നോക്കി, 1 × 2 എന്തുവാണ്? 2. 2 × 3 6. ആ മെട്രിക്സിന്റെ ഈ തന്നേക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇതല്ലേ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് S3 എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അതായത് ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അഡ്ജയുടെ എന്തുവാ ഐഗൺ വാല്യൂ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നപ്പം അഡ്ജയുടെ ഐഗൺ വാല്യൂ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എഴുതിയില്ലായിരുന്നോ? അഡ്ജയുടെ ഐഗൺ വാല്യൂ എന്തെന്നാണ് എഴുതിയത്? അഡ്ജെ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ബൈ ലാംഡ. അതിലെ ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 24 എന്ന് ഞാൻ എഴുതിയില്ലേ? അപ്പോൾ അത് കാരണം എനിക്ക് ഈ പ്രോപ്പർട്ടി നേരത്തെ അറിയാം. ഈ ലാംഡ ഈക്വൽ 2 3 4 വരുന്ന ഐഗൺ വാല്യൂന്റെ കേസ് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ 2 × 3 6, 6 × 4 24 എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 24 എന്ന് എഴുതാൻ കാരണം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കി എന്തുവാണ്? ഐഗൺ വാല്യൂവിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ്. അതുപോലെ ഐഗൺ വാല്യൂവിന്റെ സം എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡയഗണലാണ് അല്ലെങ്കിൽ മെട്രിക്സിന്റെ ട്രേസ് ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ S1 S2 S3 എന്നുള്ള ആ മെത്തേഡിൽ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കേ, ലെറ്റ് ലാംഡ1 ലാംഡ2 എക്സെട്ര ലാംഡ കെ ബി ഡിസ്റ്റിൻറ്റ് ഐഗൺ വാല്യൂസ് ഓഫ് എൻ n/n മെട്രിക്സ് ദെൻ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ x1 x2 xk ഫോം എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് നമുക്ക് ഒരു ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്ന കേസിൽ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്തു 1 2 3 എന്ന് കിട്ടി. ഇതെല്ലാം ഡിസ്റ്റിൻറ്റ് ഐഗൺ വാല്യൂസ് അല്ലേ? ഈ ഓരോ ഡിസ്റ്റിൻറ്റ് ഐഗൺ വാല്യൂസിനും നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൺ വെക്ടർ കിട്ടും. ഈ ഐഗൺ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസിന് ഡിഫറെൻറ്റ് ഐഗൺ വെക്ടർ കിട്ടും. ആ ഐഗൺ വെക്ടർ എല്ലാം എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നോക്കാൻ നമ്മൾ പഠിച്ചതാണ്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഐഗൺ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കണേന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അടുത്ത പ്രോപ്പർട്ടിയെ ദ ഐഗൺ വാല്യൂസ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ റിയൽ. സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എല്ലാം റിയൽ ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ അടുത്തത് ഐഗൺ വാല്യൂസ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ റിയൽ എന്നല്ലേ? അത് നമ്മൾ ഡയഗണലൈസേഷൻ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉപയോഗിച്ച് സിമെട്രിക് മെട്രിക്സ് ചെയ്തല്ലോ. അപ്പോൾ ആ സിമെട്രിക് മെട്രിക്സിൻ്റെ ഒക്കെ ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പം 8 - 6 2 എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇവിടെ എനിക്ക് വാല്യൂസ് എനിക്ക് ഓർമ്മയില്ല. ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. സപ്പോസ് ഇത് 3 1 ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ വെറുതെ എഴുതുന്നതാണെങ്കിൽ അല്ല. ഈ മെട്രിക്സിന് ഐഗൺ വാല്യൂ ആണ് 0 3 15 ചോദിച്ചത്. റിയൽ നമ്പേഴ്സ് അല്ലേ? നമ്മൾ ആ എവിടെയെങ്കിലും നമുക്കിവിടെ ഇമാജിനറി നമ്പേഴ്സ് എന്തെങ്കിലും വന്നോ? ഇല്ല.
അപ്പോൾ സിമെട്രിക് മാട്രിക്സിൻ്റെ കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് റിയൽ വാല്യൂസ് ആയിരുന്നു അല്ലേ. അടുത്ത് നോക്കിക്കേ, ഐഗൻ വാല്യൂ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ പ്യുവർലി ഇമാജിനറി ഓർ സീറോ. അത് ഞാൻ വെറുതെ എഴുതിയതാണ്. നമുക്ക് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയണേ? എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും അത് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പം അങ്ങനത്തെ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് പ്യുവർലി ഇമാജിനറി ആയിരിക്കും, ഐ ഉള്ള ടേംസ് ആയിരിക്കും, അല്ലെങ്കിൽ സീറോ ആയിരിക്കും മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, ഐഗൻ വാല്യൂ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ പ്യുവർലി ഇമാജിനറി ഓർ സീറോ. നമുക്ക് അങ്ങനത്തെ എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ അങ്ങനത്തെ എക്സാമ്പിൾ ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഐഗൻ വാല്യൂസ് ഓഫ് എൻ ഓർത്തോണൽ മെട്രിക്സ് എ ആർ റിയൽ ഓർ കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഓർത്തോണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അത് നിങ്ങളുടെ സീനിയേഴ്സിന് ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ സീനിയേഴ്സിന് ഓർത്തോണൽ മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഓർത്തോണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ. ഇങ്ങനെ വേണമെങ്കിലും ഫോമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് തന്നെയാണ് ഓർത്തോണൽ ട്രാൻസ്ഫോം? രണ്ടും സെയിം തന്നെയാണ് കണ്ടീഷൻ. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് തന്നെയാണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്നും പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമ്മൾ നമ്മുടെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എ ഇൻവേഴ്സിന് വരെ എൻ ട്രാൻസ്പോസ് എഴുതിയിട്ട് നമ്മൾ ഫോമുല ചെയ്യാറില്ല. എൻ ട്രാൻസ്പോസ് എ എൻ എന്ന് പറഞ്ഞ് ഫോമുല ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷനകത്ത് മാറാൻ കാരണം അതാണ്. സിമെട്രിക് മെട്രിക്സ് ആണ്, അതെല്ലാം ഓർത്തോണൽ മെട്രിക്സ് ആയിരിക്കാം. അപ്പോൾ അവിടെ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അസ്യൂം ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് പോട്ടെ. ഇപ്പോൾ എന്താ പറഞ്ഞിരുന്ന ഓർത്തോണൽ മെട്രിക്സ് ആണെങ്കിൽ, അതായത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആവുന്ന മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കാം എന്നുള്ളതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചിട്ടുള്ളതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളതുമായ ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് 2 and 3 ആർ ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഓർഡർ 3 ഉള്ളതെന്ന് പറയുമ്പോൾ 3/3 മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസിൽ 2 എണ്ണം തന്നിട്ടുണ്ട്. 3/3 മെട്രിക്സിന് ഐഗൻ വാല്യൂ എത്ര എണ്ണം ഉണ്ടാവും? 3 ഐഗൻ വാല്യൂ ഉണ്ടാവും. അതിന് 2 ഐഗൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 24 ആണ്. ആ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 24 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ എന്തുകൂടെ ഫൈൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് അഡ്ജെ ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, 2 and 3 ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. വിത്ത് ഡിറ്റർമിനൻറ്റ് 24 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് അഡ്ജയുടെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പം എ എന്ന് പറയുന്ന ഈ 3/3 മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് 2 and 3 തന്നിട്ടുണ്ട്, ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ഈ ഡിറ്റർമിനൻ്റായിട്ട് റിലേറ്റ് ചെയ്ത് വല്ല പ്രോപ്പർട്ടിയും നമുക്കറിയാമോ? അറിയാം. എന്തുവാണ്? പ്രോഡക്റ്റ് ഓഫ് വി നോ ദാറ്റ്. നമുക്കറിയാം, വി കെ ടി നിട്ടാദ്യം വി നോ ദാറ്റ്, WKT എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് എന്താ അറിയാന്നുള്ളത്? ദ പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് വാല്യൂ. അപ്പോൾ അത് ഞാനവിടെ എഴുതുകയാണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. ദ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു its determinant value. ഈ പ്രോപ്പർട്ടി നമുക്കറിയാം. ഓക്കെ, അപ്പം 3/3 മെട്രിക്സിന് എത്ര ഐഗൻ വാല്യൂ ഉണ്ട്? λ1, λ2, λ3 എന്ന് പറഞ്ഞാൽ 3 ഐഗൻ വാല്യൂ ഉണ്ട്. ഇതിൽ 2 പേര് നമുക്കറിയാം. ഓക്കെ, ഇപ്പം λ1 പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ് ആണ്. അപ്പോൾ λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ എന്നാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ. λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 എന്ന് പറയുമ്പം λ1 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. λ2 λ3 ആണ്. 2 ഉം 3 എന്ന് നമുക്ക് എടുക്കാം. സോ λ ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് λ ഈസ് ഈക്വൽ ടു 24/6. അപ്പോൾ λ എന്തെന്ന് കിട്ടി? നമുക്ക് 4 എന്ന് കിട്ടി. Therefore the eigen values of given matrix, that is capital A ആണെന്ന് assume ചെയ്യും, is lambda is equal to 2, 3, 4. 2, 3, 4 ആണ് ഐഗൻ വാല്യൂസ് ഓഫ് എ. നമുക്ക് മനസ്സിലായി, തീർന്നില്ല. ഇനി എന്തുകൂടെ ഫൈൻഡ് ചെയ്യണം? നമുക്ക് അഡ്ജയുടെ ഐഗൻ വാല്യൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അഡ്ജയുടെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ ഒരു ഫോമുല ഉണ്ട്. എന്തുവാണ്? പ്രോപ്പർട്ടി ഉണ്ട്. ബൈ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ വി നോ ദാറ്റ് നമുക്കറിയാം. അല്ലെങ്കിൽ ബൈ ദ പ്രോപ്പർട്ടി എന്തുവാണ്? ഇഫ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ, ഇഫ് ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ, ഈ പ്രോപ്പർട്ടി കൂടെ എപ്പോഴും മെൻഷൻ ചെയ്തേക്കണേ. ദെൻ
determinant A by lambda is an eigenvalue of at j. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഗൻ വാല്യൂ ഓഫ് അറ്റ് ജെ ആണ്. അപ്പം ഐഗൻ വാല്യൂ ഓഫ് അറ്റ് ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐഗൻ വാല്യൂ ഓഫ് അറ്റ് ജെ ഈസ് എന്താ എഴുതാം നമുക്ക്? ഡിറ്റർമിനൻറ്റ് എ ബൈ ലാംഡ അല്ലേ? ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? 24 അതാണ് ഡിറ്റർമിനൻറ്റ് എ. സോ 24 ബൈ ലാംഡ. ലാംഡ എന്തൊക്കെ കിട്ടിയ? 2, 3, 4. 24 by 2, 24 by 3, 24 by 4. 24 by 2 എന്തുവാണ്? 12. 24 by 3 എന്ന് പറഞ്ഞാൽ 8. 24 by 4 എന്ന് പറഞ്ഞാൽ 6. ഇതാണ് ഐഗൻ വാല്യൂ ഓഫ് അറ്റ് ജെ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം നോക്കിക്കോളൂ. ഇതുപോലെ നിങ്ങളുടെ സീനിയേഴ്സിന് എസ് എ ക്വസ്റ്റ്യനിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. നിങ്ങളുടെ സീനിയേഴ്സിന് 7 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് എസ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അതുപോലെ പിന്നെ 2019 സ്കീമുകാർക്ക് 3 മാർക്കിന് ഇതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാവേ. ഇഫ് 2 ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 - 1 1 -1 5 -1 1 -1 3. വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ദ അതർ ഐഗൻ വാല്യൂസ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാതെ ബാക്കിയുള്ള ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഒരു 3x3 മെട്രിക്സിൻ്റെ ഒരേ ഒരു ഐഗൻ വാല്യൂ മാത്രം അവർ തന്നിട്ടുള്ള, ബാക്കിയുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. Also find eigenvalues of A cube, A transpose, A inverse, 5A, A minus 3I and at J. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സീനിയേഴ്സിന് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2019 സ്കീമുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. 2 ഐഗൻ വാല്യൂ ഓഫ് ദിസ് മെട്രിക്സ് വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഐദർ ഐഗൻ വാല്യൂസ്. ഇതാണ് അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഓക്കെ, 2019 സ്കീമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഈ 3x3 മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂവിന് λ1, λ2, λ3 എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് എഴുതട്ടെ. λ1, λ2, λ3. അതിൽ λ1 ആണ് 2 എന്ന് എടുത്തു. വേർ λ1 is equal to 2. λ2ഉം λ3യും എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ആലോചിച്ച് നോക്കും. നമ്മുടെ പ്രോപ്പർട്ടി, ആദ്യത്തെ പ്രോപ്പർട്ടി എന്തുവാണ്? സം ഓഫ് ദ ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി എന്തുവായിരുന്നു? സം ഓഫ് ദ ഐഗൻ വാല്യൂ ഓഫ് എ മാട്രിക്സ്. ആ പ്രോപ്പർട്ടി ഏതുവാണ്? സം ഓഫ് eigenvalues of a matrix is equal to ഞാൻ സിമ്പിൾ ഇട്ടോട്ടെ, is equal to sum of main diagonal element. Okay, is equal to എന്ന് വേർഡ്സിൽ വേണമെങ്കിൽ എഴുതാം. ഞാൻ ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു സിമ്പിൾ ഇട്ടത്. സം ഓഫ് ഐഗൻ വാല്യൂ, ഇവിടുത്തെ ഐഗൻ വാല്യൂ എന്തുവാണ്? 2 + λ2 + λ3 is equal to ഡയഗണൽ എലമെൻസിൻ്റെ സം 3 + 5 + 3. 3 + 5 + 3. Okay, that is λ2 + λ3 is equal to 3 + 3 എന്തുവാ? 6. 6 + 5 എന്ന് പറഞ്ഞാൽ 11. ഈ 2 അപ്പുറത്തേക്ക് വരുമ്പോൾ 11 - 2 എന്ന് വരും. ഓർ λ2 + λ3 is equal to 9. ദറ്റ് ഈസ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തി. അതിന് വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാം. ഇനി ഇതുപോലൊരു പ്രോപ്പർട്ടി കൂടി നമുക്കുണ്ടല്ലോ. പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ് ഓഫ് എ മാട്രിക്സ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ് വാല്യൂ അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ മാട്രിക്സ് ഈസ് ഈക്വൽ ടു its determinant of the matrix. Determinant of the matrix എന്നുള്ളത് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് എന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂ ഓഫ് ദ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാണ്? 2 × λ2 × λ3 is equal to ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? ഞാൻ ഫസ്റ്റ് റോയ്ക്ക് ഫൈൻഡ് ചെയ്യുവാണ്. 3 × 15 - 1. രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ മൈനസ് സൈൻ വേണം. ഇവിടെ മൈനസും കൂടെ ഉള്ളത് കാരണം അത് +1 × ആ റോയും കോളവും പോയിട്ട് -3 + 1 എന്ന് വരുന്നുണ്ട്. ലാസ്റ്റ് +1 × ആ റോയും കോളവും പോയിട്ട് 1 - 5 എന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം വരുന്നത്
ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഈസ് ഈക്വൽ ടു നമുക്ക് അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യാം 2 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഈസ് ഈക്വൽ ടു 15 മൈനസ് 1 14 ഇൻറ്റു 3 മൈനസ് 2 മൈനസ് 4 ഈസ് ഈക്വൽ ടു 36 എന്നാണ് വരുന്നത്. ഓർ ലാംഡ 2 ലാംഡ 3 ഈസ് ഈക്വൽ ടു ഇതൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാംഡ 2 ലാംഡ 3 ഈസ് ഈക്വൽ ടു 36/2 ഈസ് ഈക്വൽ ടു 18. ഇയാണ് ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതി. ഈ രണ്ട് ഇക്വേഷനും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ അതായത് സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡ 2 ലാംഡ 3യുടെ ആൻസർ കിട്ടും. അത് ലാംഡ 2 ലാംഡ 3യുടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഇക്വേഷനിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാംഡ 3ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രം ദിസ് ഇക്വേഷൻ ലാംഡ 3 ഈസ് ഈക്വൽ ടു 9 മൈനസ് ലാംഡ 2 എന്ന് എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 2 എങ്ങനെ മാറും? ഇക്വേഷൻ 2 ഇംപ്ലൈസ് ലാംഡ 2 ഇൻറ്റു ലാംഡ 3യുടെ സ്ഥാനത്ത് 9 മൈനസ് ലാംഡ 2 കൊടുത്തു. 9 മൈനസ് ലാംഡ 2 ഈസ് ഈക്വൽ ടു 18 ഓർ 9 ലാംഡ 2 മൈനസ് ലാംഡ 2 സ്ക്വയർ. ഈ ലാംഡ 2-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇസ് ഈക്വൽ ടു 18. ഈ ടേമിനൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലാംഡ 2 സ്ക്വയർ മൈനസ് 9 ലാംഡ 2 പ്ലസ് 18 ഇസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വേണം, ആഡ് ചെയ്യുമ്പം -9 വേണം. ദറ്റ് ഇസ് കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്താലും മതി. ലാംഡ -3 ഇൻറ്റു ലാംഡ -6 ഇസ് ഈക്വൽ ടു 0. ലാംഡ എന്നല്ല ഇവിടെ ലാംഡ 2 എന്നല്ല എടുക്കണം. സോ ലാംഡ 2 -3 ഇൻറ്റു ലാംഡ 2 -6 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോൾ രണ്ടിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡ 2 ഇസ് ഈക്വൽ ടു 3,6 എന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. 3 ഇൻറ്റു 6 ആണ് നിങ്ങൾക്ക് എന്ത് ഇവിടെ -3 ഇൻറ്റു -6 ആണ് -18, -3 പ്ലസ് -6 ആണ് -9. അപ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ കിട്ടിയില്ലേ? ഐഗൻ വാല്യൂ ഇസ് ഈക്വൽ ടു ലാംഡ 2 ഈക്വൽ ടു 3 എന്നും 6 എന്നും കിട്ടി. നോക്കിക്കേ, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ 3 ഈക്വൽ ടു 9 മൈനസ് ലാംഡ 2 എന്നല്ല എഴുതിയിരിക്കുന്നത്. അതിൽ ലാംഡ 2ൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുകയാണെങ്കിൽ 9 മൈനസ് 3 എന്താ വരണേ? 6. അപ്പോൾ ലാംഡ 3 ഈക്വൽ ടു 6 എന്നാണ് വരണേ. മറ്റേ വാല്യൂ കൊടുത്ത് നോക്കിയാൽ ലാംഡ 3 ഈക്വൽ സപ്പോസ് നിങ്ങൾ ലാംഡ 2ന് 6 ആണ് കൊടുക്കണമെന്ന് നോക്കിയോ. ലാംഡ 2ന് 6 ആണ് കൊടുക്കണമെങ്കിൽ 9 മൈനസ് 6 ഇസ് ഈക്വൽ ടു 3. എന്തായാലും ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? therefore the eigen values are 2, 3, 6 എന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഇത് ഇത്രയാണ് നിങ്ങളുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുന്നിൽ നിങ്ങളുടെ ഫസ്റ്റ് 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഐഗൻ വാല്യൂ മാത്രം ഫൈൻഡ് ചെയ്യാനായിട്ടായിരുന്നു വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി അതിന് തുടർന്ന് അടുത്ത് നോക്കിക്കേ. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് എ ക്യൂബ്, എ ട്രാൻസ്പോസ്, എ ഇൻവേഴ്സ്, 5a ഓരോന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ റൈസ് ടു n ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് ഇതുണ്ടോ. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ ലാംഡ റൈസ് ടു n ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് a പവർ n. അങ്ങനെയാണെങ്കിൽ ഐഗൻ വാല്യൂ ഓഫ് എ ക്യൂബ് എന്തായിരിക്കും? ഐഗൻ വാല്യൂസ് ഓഫ് a cube is equal to ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ലാംഡ റൈസ് ടു n ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് a പവർ n എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പം ഇതെങ്ങനെ വരും? 2 ക്യൂബ് 3 ക്യൂബ് 6 ക്യൂബ് എന്ന് വരും. ആണോ? 2 ക്യൂബ് 3 ക്യൂബ് 6 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്, 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്, 6 ക്യൂബ് എന്ന് പറയുന്നത് 216 എന്നാണ് ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ട്രാൻസ്പോസിൻ്റെ ഐഗൻ വാല്യൂ. ഐഗൻ വാല്യൂ ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? therefore ഐഗൻ വാല്യൂ ഓഫ് A transpose is equal to അത് തന്നെയാണ് 2, 3, 6. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഐഗൻ വാല്യൂ ഓഫ് A ഇൻവേഴ്സ്. ഐഗൻ വാല്യൂ ഓഫ് A ഇൻവേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഐഗൻ വാല്യൂ ഓഫ് A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adj by determinant A. adj by determinant A അല്ല, അത് ഇൻവേഴ്സിൻ്റെ ഫോമിലായിപ്പോയി. ഡിറ്റർമിനൻറ്റ് A ബൈ ലാംഡ. ഡിറ്റർമിനൻറ്റ് എക്ക് ഇപ്പോൾ ഇവിടെ പോകും. ഡിറ്റർമിനൻറ്റ് A നിങ്ങൾ ഈ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് 36 എന്ന് തന്നെ. സോ 36 ബൈ ലാംഡ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? 36/2, 36/3, 36/6. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? 1/. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. ഐഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് A ബൈ ലാംഡ എന്ന് എഴുതി. ഡിറ്റർമിനൻറ്റ് A ബൈ ലാംഡ ആരുടെ ഐഗൻ വാല്യൂ ആണ്? അഡ്ജയുടെ ഐഗൻ വാല്യൂ ആണ്. ഇഫ് ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് എ ദെൻ ഡിറ്റർമിനൻറ്റ് A ബൈ ലാംഡ ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് അഡ്ജെ. ഞാൻ ശ്രദ്ധിക്കാണ്ട് എഴുതാണ്. സോ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റിനെ അഡ്ജെ എന്ന് മാറ്റുവാണ്. നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ആളായിട്ട് മാറ്റുകയാണ്, കാരണം എഴുതിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അഡ്ജയുടെ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഡിറ്റർമിനൻറ്റ് A ബൈ ലാംഡ. എനിക്ക് വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ 36/2 എന്ന് പറയുമ്പോഴേക്കും 18, 12, 6 എന്ന് വന്നു. അപ്പം ഞാനിവിടെ എ ഇൻവേഴ്സിൻ്റെ മിസ്റ്റേക്ക് വരുത്തി എഴുതിയതാണ്. ഐഗൻ വാല്യൂ ഓഫ്
എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/λ ആണ്. 1/λ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക 1/2 1/3 1/4. ഇനി എന്തുകൂടെയല്ല രണ്ടെണ്ണം കൂടെ ഉണ്ട് അല്ലേ. ഐഗൺ വാല്യൂ ഓഫ് 5a, ഐഗൺ വാല്യൂ ഓഫ് 5a is equal to 5 into 2, 5 into 3, 5 into 4. അതെവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? നമുക്കറിയാം ലാംഡ ഇസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ ആണെങ്കിൽ കെ ലാംഡ ഇസ് എൻ ഐഗൺ വാല്യൂ ആണ് കെ ഐ. അപ്പോൾ 5 into 2 എന്ന് പറഞ്ഞാൽ എന്താണ് 10, 15, 20 എന്നാണ് എൻ്റെ ആൻസർ വന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അല്ലേ ബാക്കിയുള്ളൂ. എന്തായിരുന്നു അത്? ഐഗൺ വാല്യൂ ഓഫ് a minus 3i. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂ ഓഫ് a minus 3i എന്ന് പറയുമ്പോഴേക്കും ഐഗൺ വാല്യൂ ഓഫ് a minus 3i is equal to എന്തായിരുന്നു ഫോർമുല? a minus ki എന്നുള്ളതായിരുന്നു ഫോർമുല. a minus ki എന്ന ഫോർമുല, a minus അല്ല സോറി ലാംഡ മൈനസ് k എന്നാണ് ഫോർമുല പറഞ്ഞത്. അപ്പോൾ ലാംഡ മൈനസ് k എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇവിടുത്തെ ഐഗൺ വാല്യൂ 2 minus 3, 3 minus 3, 4 minus 3. 2 minus 3 എന്ന് പറഞ്ഞാൽ എന്താ? -1. 3 minus 3 എന്ന് പറഞ്ഞാൽ 0. 4 minus 3 എന്ന് പറയുമ്പോഴേക്കും എന്താണ്? 4 minus 3 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, സ്ഥലമില്ല, അപ്പുറത്തെ പേജിലേക്ക് പോയാൽ പിന്നെ ഈ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പേജ് എഴുതേണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോപ്പർട്ടിയും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. ഐഗൺ വാല്യൂ ഓഫ് അഡ്ജെ ആണ് ഡിറ്റർമിനൻറ്റ് a/λ. ഞാൻ ഐഗൺ വാല്യൂ ഓഫ് a ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാണ്ട് എഴുതിപ്പോയതാണ്. a ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/λ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് എല്ലാ പ്രോപ്പർട്ടീനെയും ബേസ് ചെയ്തിട്ട് സപ്പോസ് ഇതിൽ ഓരോ പ്രോപ്പർട്ടി ആയിട്ടാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഐഗൺ വാല്യൂ ആൻഡ് ഓൾസോ ഫൈൻഡ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അഡ്ജയുടേതുപോലെ ഫൈൻഡ് ദ ഐഗൺ വാല്യൂ ഓഫ് a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രോപ്പർട്ടി എഴുതിക്കോളൂ. ഇതിപ്പോൾ 7 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ആയതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നും മെൻഷൻ ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ആ ഫോമിൽ നമുക്ക് പ്രോപ്പർട്ടി അറിയാം എന്നുള്ള രീതിയിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അല്ല നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ ഐഗൺ വാല്യൂ ഓഫ് ഇഫ് ഐഗൺ വാല്യൂസ് ഓഫ് എ കണ്ടുപിടിച്ചിട്ട് ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് ചെയ്താലാണ് പറയണമെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടി ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, 1, 1 ഇസ് ദ ഐഗൺ വെക്ടർ ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു 3/3 മെട്രിക്സ്. 8 - 8 - 2, 4 - 3 - 2, 3 - 4, 1. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഐഗൺ വെക്ടർ തന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ഐഗൺ വാല്യൂ തരുമ്പം ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുമ്പോൾ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ a - λi ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നത്? ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പം ഈ സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഞാൻ സാധാരണ നിങ്ങൾക്ക് പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യും, മെട്രിക്സിന് അകത്ത് ഡയഗണലി -λ ആയിട്ട് എഴുതിയാൽ മതി എന്ന് മാത്രം അങ്ങ് പറഞ്ഞു പോകാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നമുക്ക് ഇതിനകത്തെ പ്രോപ്പർട്ടി ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. a - λi ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ എക്സ് അകത്തേക്ക് വന്നാൽ ഇതെങ്ങനെ വരും? ax - λx ഇസ് ഈക്വൽ ടു 0 or ax is equal to lambda into x. Okay, that is ax എന്ന് പറഞ്ഞാൽ എന്താ? a തന്നിരിക്കുന്ന മെട്രിക്സ് 8 - 8 - 2, 4 - 3 - 2, 3 - 4, 1 into capital X എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഗൺ വെക്ടർ. x എന്താ ഇവിടെ? 2, 1, 1 is equal to lambda into 2, 1, 1. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ 2, 1, 1 കട്ട് ചെയ്ത് കളയാം. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇതിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിലല്ലേ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ചെയ്യാണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 8 × 2 എന്തുവാണ്? 16 -8 -2 × 1 -2. 16 - 8 - 2 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താ വരണത്? ഇവിടെ 6 ആണ് വരണത്. -8 - 2 -10 ആണ്. 16 - 10 എന്ന് പറയുമ്പോൾ 6 വന്നു എനിക്ക്. അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു ആ കോളം. 4 × 2 8 ആണ്. -3 -2 എന്ന് വരും. -3 -2 -5 ആണ്. 8 - 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. അടുത്ത് നോക്കിക്കേ, 3 - 4 1 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × 2 6 -4 +1 എന്ന് വന്നു. 6 - 4 എന്തുവാ? 2. 2 + 1 എന്തുവാണ്? 3 ഇസ് ഈക്വൽ ടു λ ഇൻറ്റു 2, 1, 1. നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന മെട്രിക്സും ഇതും ഈക്വൽ ആണ്. ഈക്വൽ ടു കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ വാല്യൂ എടുക്കുന്നത്. അപ്പം ഇത് ഈ മെട്രിക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴായിരിക്കും, അതായത് 2, 1, 1ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴായിരിക്കും നമുക്ക് 6, 3, 3 എന്ന് കിട്ടിയിട്ടുണ്ടാവുക?
2 into 6 divided by 2 എന്താ 3. ഓക്കെ, അപ്പോൾ ആ 3 കൊണ്ട് ബാക്കി 1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 3 ഇവിടെ വരുന്നുണ്ട് കേട്ടോ, 3 വരുന്നുണ്ട്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് മനസ്സിലായി 3. ഇത് നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം ഈ 633 എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഈ 211ൻ്റെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ആ മൾട്ടിപ്ലൈ ചെയ്ത ആളാണ് ലാംഡ. അപ്പോൾ നമുക്ക് 6നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 ആ 3 തന്നെ ബാക്കി എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 into 3 3. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എല്ലാ ഈ എലമെൻറ്റ് ഈ കിടക്കുന്ന കോളത്തിനകത്തെല്ലാം നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കിടക്കുന്ന കോളം മെട്രിക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ 3 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളുക. അപ്പം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ നിർത്തുവാണ്. നമ്മളിനി ഞാൻ പറഞ്ഞില്ല, ഇനി ബാക്കി നമുക്ക് ഓർത്തോണൽ ആണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം നമുക്ക്. അതുപോലെ ഇന്ന് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻ്റ് പ്രോബ്ലം ആയിട്ട് ഞാൻ ചെയ്തു തന്നിട്ടില്ലാന്ന് മനസ്സിലായത്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ഈ മോഡ്യൂൾ 1 ആഡ് ചെയ്യുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ ഒപ്പം തന്നെ ഞാനിനി സെക്കൻഡ് മോഡ്യൂളും കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും.